നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെ NDA ക്യാമ്പിൽ ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പാലക്കാടും തൃശൂരിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30 പാലക്കാടെത്തുന്ന പ്രധാനമന്ത്രി 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുമായി വേദി പങ്കിടും. തൃശൂരിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ശക്തമായ സുരക്ഷയാണ് സംസ്ഥാന പോലീസ് മേധാവി ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. നമ്മുടെ സെക്യൂരിറ്റി പ്ലാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതിനുപോലെ തന്നെ നമ്മുടെ മോർ ദാൻ 2500 പോലീസ് പേഴ്സണൽ ആർ ബീങ് ഡ്രാഫ്റ്റഡ് ഫോർ ദ സെക്യൂരിറ്റി ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദിസ് വിസിറ്റ്. വി ആർ എൻഷുറിംഗ് ഓൾ ദ തിങ്സ്, ഓൾ ദ പ്ലാൻസ് ഹാവ് ബീൻ പുട്ട് ഇൻ പ്ലേസ്. വിൽ വർക്ക്ഔട്ട് അക്കോർഡിംഗ്ലി. ഇവിടെ റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോ കവർ ചെയ്തിട്ട് അതിന് പ്രോപ്പർ കവർ ചെയ്യുന്നുണ്ട്. സംഘാടകരായിട്ട് ഓർഗനൈസേഴ്സ് ആയിട്ട് പോലീസ് ആൾറെഡി മുൻകൂർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് എവിടെ നിൽക്കാൻ പറ്റും അതെല്ലാം ആൾറെഡി അവരൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതിലേക്ക്. ദീപക് ധർമ്മടം പാലക്കാട് നിന്ന് വിപിൻ സി വിജയൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ മാറ്റുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. DD തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ്. നിലവിൽ ഡീൽ ആരോപണം അടക്കമുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടത് വലത് മുന്നണികൾ നടത്തുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയം പ്രധാനമന്ത്രി പറയും, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തും? അതിനും പുറമെ ഇന്ന് പാലക്കാടാണ് ആദ്യം എത്തുന്നത്. 2016 ശോഭ വരുമ്പോഴാണ് പാലക്കാട് BJP രണ്ടാമതാകുന്നത്. അങ്ങനെ പാലക്കാടും തൃശ്ശൂരും BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്വാധീനമുള്ള ഇടമാണ്, പ്രത്യേകിച്ച് പാലക്കാട്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് എന്തൊക്കെ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ സന്ദർശനത്തിലെ കൗതുകം? സുഹേൽ, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി രാജ്നൈതിക് ബാത് എന്താണ് എന്നുള്ളതാണ് പാലക്കാട് എന്നറിയേണ്ടത്. പാലക്കാട് നിന്നാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിലെ പ്രസംഗമുള്ളത്. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം A ഗ്രേഡ് മണ്ഡലമാണ്. BJP ആദ്യമായി ഒരു നഗരസഭാ ഭരണം പിടിക്കുന്നത് പാലക്കാടാണ്. അങ്ങനെ നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ നിയമത്തെ ആ അക്കൗണ്ട് കേരള നിയമസഭയിൽ തുറക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾ, A ക്ലാസ് മണ്ഡലങ്ങൾ, അത് വടക്കേ മലബാറിൽ മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ പാലക്കാടാണ്. പിന്നെ മധ്യ കേരളത്തിൽ തൃശ്ശൂരും അവർ ലക്ഷ്യം വെക്കുന്നു. അതിൽ പാലക്കാട്ടാണ് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. കോയമ്പത്തൂരിൽ അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ഇറങ്ങി നേരെ ചോപ്പറിൽ ഹെലികോപ്റ്ററിൽ എത്തുന്നു. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു റോഡ് ഷോവിന് സമാനമായ രീതിയിൽ പ്രവർത്തകർ റോഡരികിൽ നിന്നുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കോട്ട മൈതാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. കോട്ട മൈതാനത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് BJP ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ റൂറൽ മേഖലയിൽ നിന്നും പോലും പ്രവർത്തകർ എത്തിയിരിക്കുന്നു. BJPയുടെ പ്രവർത്തകർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കാരണം അവിടെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ എന്നാൽ വടക്കൻ കേരളത്തിലുള്ള വിവിധ ജില്ലകളിൽ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പ്രവർത്തകരുടെ സഞ്ചയമാണ് രാവിലെ മുതൽ നമ്മൾ കോട്ട മൈതാനത്തും പരിസരത്തും കോട്ടയുടെ പരിസരത്തും എല്ലാം കണ്ടത്. പോലീസിൻ്റെ കനത്ത സുരക്ഷാ ബന്ദോബസ്ത് നേരത്തെ DGP രവദ ചന്ദ്രശേഖർ ഷഫീദ് റാവുത്തറിനോട് പറഞ്ഞതുപോലെ കനത്ത സുരക്ഷാ സംവിധാനം, പ്രത്യേകിച്ചും പാലക്കാട് ചില സ്പെസിഫിക് ഇൻ്റലിജൻസ് ഇൻപുട്ടുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാണ്, അതീവ ജാഗ്രതയിലാണ്. പക്ഷേ എന്നാൽ ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് മോഡി എന്ത് പറയുമെന്നാണ്. ഓശാന പെരുന്നാളാണ് സുഹൈൽ. അതുകൊണ്ട് ക്രൈസ്തവ വോട്ട് ബാങ്ക് BJPയുടെ പ്രധാന ലക്ഷ്യമാണ്. നേരത്തെ തന്നെ ബിഷപ്പുമാരുമായുള്ള കൂടിയാലോചനകൾ നടന്നതാണ്. പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി കേരളത്തിലെ ബിഷപ്പുമാരെല്ലാം സന്ദർശിച്ചതാണ്. സഭാതർക്കങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. ഈ വേളയിൽ ഈ ഓശാന പെരുന്നാളിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയുന്ന ക്രൈസ്തവ രാഷ്ട്രീയം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൈസ്തവ ന്യൂനപക്ഷത്തോട് എന്തു പറയും എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വരവുകളിൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ധ്യാനേഷ് കുമാറിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് 2 ദിവസം മുൻപാണ് കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയത്. പിന്നെ ആസാമിലേക്കും പ്രധാനമന്ത്രി പോകുന്നു. അത് കഴിഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ആ വേളയിലൊന്നും തന്നെ പ്രത്യേകിച്ചൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിന് വേണ്ടി എന്തു പറയും എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് ഉറപ്പായി പറയും. കാരണം കേരളത്തിൽ നിന്നും BJPക്ക് MLA നൽകിയാൽ ആ മണ്ഡലത്തിന് കേന്ദ്ര പദ്ധതികൾ ഉണ്ടാകും കൂടുതൽ എന്നുള്ളത് BJP ഒരു ക്യാമ്പയിനായി തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് പറയും. അതിലപ്പുറത്തേക്ക് മോഡി എന്താണ് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്, സർക്കാരിനെ, മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന CPIMനെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം തീർച്ച, ന്യൂനപക്ഷ രാഷ്ട്രീയം പറഞ്ഞു പോകാതിരിക്കില്ല. മറ്റൊന്ന്, മോഡിയുടെ ഭരണ നേട്ടവും കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വരേണ്ടതിൻ്റെ ആവശ്യകതയും രാഷ്ട്രീയവും ഉണ്ടാകുമെന്ന് തീർച്ചയാണ് സുഹൈൽ. ദീപക് ധർമ്മടാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ എയിംസ് അടക്കമുള്ള ഏതെങ്കിലും കാര്യത്തിലൊരു പ്രഖ്യാപനമോ അത്തരത്തിലൊരു വാഗ്ദാനമോ ഉണ്ടാകുമോ എന്നുകൂടി കേരളക്കര കാത്തിരിക്കുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രഖ്യാപനമോ ഒരു സംസാരമോ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയ വേളകൾ സംസാരിച്ചിട്ടില്ല. കാരണം മാർച്ചിൽ വന്നപ്പോഴും അതിനുമപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഒരു മാസ്റ്റർ പ്ലാനൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.